നമസ്കാരം. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. വീഡിയോ കുറച്ച് വൈകിപ്പോയി, ചില തിരക്കുകളിൽപ്പെട്ട് ക്ഷമിക്കുക. ഏതായാലും ഭഗവാന്റെ ജന്മദിനമാണ് എന്ന് ഏവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. സോമകാന്ത മഹാരാജാവിന് കർമ്മഫലമായിട്ട് കുഷ്ഠം ബാധിക്കുകയും അതിൽ വിഷമിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഭൃഗുമഹർഷി എത്തി അദ്ദേഹത്തിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു. ഗണേശ ക്ഷേത്രം നിർമ്മിക്കാനും ജീർണോദ്ധാരണം ചെയ്യാനും അതുപോലെ ഗണേശ പുരാണം കേൾക്കാനൊക്കെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രോഗമുക്തി ഉണ്ടായി. അതുപോലെ പാലന കാര്യങ്ങൾക്ക് സുഗമത ലഭിക്കാനായിക്കൊണ്ട് മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ വിഷ്ണു ഗണേശ പുരാണം കേൾക്കേണ്ടായി. അതേപോലെ ഗണേശ ക്ഷേത്രം ഗണേശ പൂജയും നടത്തിയെന്നാണ് ഐതിഹ്യം. വളരെ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ മോദമൊക്കെ കഴിച്ച് കുലുങ്ങി ചിരിച്ചതിൽ കുറച്ച് ചന്ദ്രൻ്റെ കളിയാക്കൽ അനുഭവിക്കേണ്ടി വന്നു. അതിൽ ലേശം ശുണ്ഠി വന്നിട്ടുള്ള ഗണേശൻ ഇന്നേ ദിനം ആര് നിന്നെ കാണുന്നു അവർക്ക് അപവാദ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നൊരു ശാപം കൊടുത്തു എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇന്നത്തെ ദിവസം ചന്ദ്രനെ ദർശിച്ചു കഴിഞ്ഞാൽ അപവാദം കേൾക്കേണ്ടതായിട്ട് വരും എന്നാണ് ഒരു ഫലം പറയുക. അതിന് പരിഹാരമായിട്ട് ഒരു മന്ത്രം പറയും. സിംഹപ്രസേനമവധിയിൽ സിംഹോ ജാമ്പവദാഹത സുകുമാരകമാരോതി തവ ഹ്യേഷ സിമന്തകഃ എന്ന് ഒരു 3 തവണ പ്രാർത്ഥിച്ച് അടുത്ത ഗണേശ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ടുള്ള എന്തെങ്കിലും സമർപ്പണങ്ങൾ ചെയ്യുക. ഇതാണ് അതിനൊരു പരിഹാരമായിട്ട് പറയുക. പിന്നെ ഗണേശ ഗായത്രി ജപിക്കാം. ഓം തൽപുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാതെ എന്ന് ഗണേശ ഗായത്രി ജപിക്കുന്നതും ഇതിനൊരു പരിഹാരമായിട്ട് പറയും. ഈ മന്ത്രത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇനി ഇന്നത്തെ ദിവസം ചന്ദ്രനെ കണ്ടില്ലെങ്കിൽ പോലും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴും വലിയ ഫലം ഉണ്ടാവും എന്നാണ്. നമസ്തേ.